1236 ഇറാനിലെ മനോഹരമായ ഷിറാസ് നഗരത്തിലായിരുന്നു കുത്തുബുദ്ദീൻ ഷിറാസിയുടെ ജനനം. മാത്തമാറ്റിക്സ്, മെഡിസിൻ, ലിറ്ററേച്ചർ, സംഗീതം, സൂഫിസം, ആസ്ട്രോണമി, ഊർജതന്ത്രം തുടങ്ങി അനേകം വൈജ്ഞാനിക മേഖലകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു പിതാവ്. ലിയാവുദ്ദീൻ മസ്രൂദ് ഖാസ്റൂനി ഫിസീഷ്യനും സൂഫിവര്യനുമായിരുന്നു. ഷിറാസി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് തന്നെ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ 14-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. ചെറുപ്രായത്തിൽ തന്നെ കുത്തുബുദ്ദീൻ ഷിറാസി മൊളഫരി ഹോസ്പിറ്റലിൽ ഫിസീഷ്യനായും ഒഫ്താൽമോളജിസ്റ്റായും പ്രാക്ടീസ് ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഫിലോസഫറുമായ കമാലുദ്ദീൻ അബുൽ ഖൈർ ഇബ്നു മുസ്ലൈ ഖാസ്റൂനിയുടെ കീഴിൽ അവിസന്നയുടെ വൈദ്യശാസ്ത്രത്തിലെ സർവ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന കാനൂൻ്റെ ആദ്യ വാല്യം പഠിക്കാൻ തുടങ്ങി. തുടർന്ന് ഫേമസ് റിസർച്ചറായ ഷമാലുദ്ദീൻ മുഹമ്മദ് ബനു അഹമ്മദ് അൽ ഹാക്കിം അൽ കിഷിയുടെ ശിക്ഷണത്തിൽ പഠനം തുടരുകയും ശേഷം ബഹുഭാഷാ പണ്ഡിതനായ ഷറഫുദ്ദീൻ സാക്കി പുഷ്കാനിയുടെ കീഴിൽ പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികളിലൊന്നാണ് അൽ തൂഫത്തുൽ സഅദിയ. ഈ കൃതി ഇബ്നു സീനയുടെ കാനൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചുള്ള വിശദമായ വ്യാഖ്യാനമാണ്. 10 വർഷത്തിനു ശേഷം തൻ്റെ മുഴുവൻ സമയവും പലതരം വൈജ്ഞാനിക മേഖലകളിൽ സജീവമാകുന്നതിനു വേണ്ടി അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസ് ഉപേക്ഷിക്കുകയും നാസിറുദ്ദീൻ അൽ തൂസിയുടെ കീഴിൽ പഠനം തുടരുകയും ചെയ്തു. മംഗോളോ ഹൊളാഖാൻ മരാക്കിൽ സ്ഥാപിച്ച നക്ഷത്ര നിരീക്ഷണാലയത്തിലേക്ക് അൽ തൂസി പോവുകയും അതിലാകൃഷ്ടനായ ഷിറാസി 1260 ഷിറാസ് വിട്ട് മരാക്കിലേക്ക് മാറുകയും ചെയ്തു. ഈ കാലയളവിലാണ് ഇബ്നു സീനയുടെ അൽ ഇഷാറ വ തൻബീഹാത്ത് എന്ന ഗ്രന്ഥം അദ്ദേഹം പഠിക്കുന്നതും. പിന്നീട് നാസിറുദ്ദീൻ തൂസിയുടെ കൂടെ ഖുറാസാനിലേക്ക് പോയി. അവിടെ നജ്മുദ്ദീൻ കത്തബി കസ്വനിയുടെ കീഴിൽ പഠനം തുടർന്നു. കൊന്യായിലെ ഗവർണറായ മൊയിനുദ്ദീൻ പർവാന ഷിറാസിയെ അവിടുത്തെ ജഡ്ജിയായി നിയമിച്ചു. ഈ കാലയളവിലാണ് അദ്ദേഹം മെഫ്തഹ് അൽ മെഫ്താഹ്, ഇഖ്തിയാറത്ത് അൽ മൊളഫരിയ എന്നീ ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്. ഷിറാസി സുഹ്റവാദിയുടെ ഹിക്മത്ത് അൽ ഇഷ്റാഖ് എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനവും നിരൂപണവും നിർവഹിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൽ കുത്തുബുദ്ദീൻ ഷിറാസിയുടെ ഏറ്റവും പ്രഗത്ഭമായ ഗ്രന്ഥമാണ് AD 1306 പേർഷ്യൻ ഭാഷയിൽ രചിച്ച ദുറത്തുൽ താജ് ലി ഉറത്തുൽ ദീബാജ്. 1311 ഫെബ്രുവരി 7 ഇറാനിലെ തബ്രീസിൽ വെച്ച് അദ്ദേഹം വിടവാങ്ങി.